morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയണം. എന്താണെന്നറിയോ? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് പരീക്ഷിക്കണം, നിങ്ങളെ തന്നെ ചോദിച്ചറിയണം. നിങ്ങളെ തന്നെ പരീക്ഷിക്കുക, നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യണം, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് വിലയിരുത്തണം. എന്തിനാണ് വിലയിരുത്തുന്നത്? നിങ്ങൾ ശരിയാണോ തെറ്റാണോ നല്ല വിലയിരുത്തേണ്ടത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ പാപികളാണോ നീതിമാന്മാരോ എന്നുള്ളതല്ല. നിങ്ങൾ പാപികളാക്കുന്നതും നീതീകരിക്കുന്നതും നിങ്ങളുടെ വിശ്വാസവും അവിശ്വാസമാണ്. പാപത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപം. അപ്പൊ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണെങ്കിൽ ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ സാഹചര്യം എന്തുവാണ്, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായവരായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലാണോ ഇപ്പോഴും ഇരിക്കുന്നത്? എങ്കിൽ ഹല്ലേലൂയ, ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഒന്നിനും നിങ്ങളെ തകർക്കാൻ, നശിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെയും പൊട്ടിച്ച് ആ പ്രതികൂലത്തെയും തരണം ചെയ്ത് നിങ്ങൾ പുറത്തു വരും. ഇന്നലകളിൽ അത്ഭുതമായി മാറിയ നിങ്ങൾ ഇന്നും നിങ്ങൾ അത്ഭുതമായി മാറും. ഹല്ലേലൂയ. അതിന് നിങ്ങളിൽ ഉണ്ടാകേണ്ട കാര്യം നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ചറിയാനല്ല, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ചോദിപ്പിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിലുള്ള ഉറപ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് നിങ്ങളിൽ ഉണ്ടെന്ന് അറിയണം. കർത്താവ് നിങ്ങളിലുണ്ട്. ആ അറിവിൽ ജീവിക്കുക, വിശ്വസിക്കുക, അത്ഭുതമായി മാറുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.